വയനാട്ടിൽ ദുരന്ത ഭൂമിയിൽ നിന്നെത്തുന്ന അഴുകിത്തുടങ്ങിയ മൃതശരീരങ്ങൾ ഉറ്റ ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഈ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മണ്ണും ചെളിയും കഴുകി വൃത്തിയാക്കി ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ ഒരുക്കുന്നവരെ ഞങ്ങൾ നേരിട്ട് കണ്ടു. ലക്ഷ്മി പത്മ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 30-ാം തീയതി പുലർച്ചെയാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. അന്ന് രാവിലെ മുതൽ ഈ നിമിഷം വരെയും ഇവിടേക്ക് മൃതദേഹങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ എത്തുന്നത്. പലപ്പോഴും മൃതദേഹങ്ങളായിട്ടല്ല, ശരീരഭാഗങ്ങളായിട്ട് എത്തുന്നുണ്ട്, അവയവങ്ങൾ എത്തുന്നുണ്ട്. ആന്തരിക അവയവങ്ങൾ പോലും, മരിച്ചവരുടെ ആന്തരിക അവയവങ്ങൾ പോലും ഇവിടേക്ക് കണ്ടെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും അവയവങ്ങളുമൊക്കെ ബന്ധുക്കൾക്കായി, ഉറ്റവർക്കായി തിരിച്ചറിയാൻ വയ്ക്കുന്നത് അവ മണ്ണിൽ പൂണ്ട് കിടക്കുന്നവയാണ്. അവ കഴുകി വൃത്തിയാക്കിയ ശേഷമാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിലൊക്കെ എത്തിയപ്പോൾ പലപ്പോഴും ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ ചീഞ്ഞളിഞ്ഞിട്ടുണ്ട് മൃതദേഹങ്ങൾ. ആ മൃതദേഹങ്ങളാണ് മണ്ണ് മാറ്റി, ചെളി മാറ്റി ഇവിടെ വൃത്തിയാക്കി ഇങ്ങനെ ബന്ധുക്കൾക്ക് മുന്നിൽ തിരിച്ചറിയാനായി വയ്ക്കുന്നത്. ആ ജോലി ചെയ്യുന്നത് ആരാണ് എന്ന് സ്വാഭാവികമായും എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാകും. ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്യുന്നത് ഡോക്ടർമാരാണ്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഡോക്ടർമാർ തന്നെയാണ്. അത് അവർ വൈദ്യശാസ്ത്രം പഠിച്ചവരാണ്. അത്തരം കാര്യങ്ങളിൽ കൂടി അവരുടെ പഠനകാലത്ത് അല്ലെങ്കിൽ ജോലിയിലൊക്കെ കടന്നു വന്ന മനുഷ്യരാണ്. പക്ഷേ ഈ ജോലി ചെയ്യുന്നത് അവർക്ക് മുൻ പരിചയമൊന്നും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് പരിചയമില്ലാത്ത ആളുകളാണ് ഈ മൃതദേഹം വൃത്തിയാക്കുന്ന ജോലിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. അത് ഈ വയനാടുകാരായ നാട്ടുകാർ തന്നെയാണ്. അവർ പലവിധ ജോലികൾ ചെയ്യുന്നവരുണ്ട്. അവരുടെ ഒരു കൂട്ടമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അവരുടെ അടുത്തേക്ക് പോവാം. പേരെന്താ ചേട്ടാ? മുനീർ, അൻവർ, മൊയ്തുട്ടി, അഷ്റഫ്, ഷബീർ അലി, വയനാട്, മുഹമ്മദ് അൻസിൽ, സലാം കൊടുങ്ങല്ലൂർ, ഫസൽ കൊടുങ്ങല്ലൂർ, അനസ് ആലപ്പുഴ, ഫാസിൽ ആലപ്പുഴ, സുബൈർ ആലപ്പുഴ, ബർക്കത്തുള്ള ആലപ്പുഴ, വാഹിദ് കായംകുളം, നിസാർ കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ, മുഹമ്മദ് ആലപ്പുഴ. നേരത്തെ പറഞ്ഞതിൽ നിന്ന് മാറ്റമുണ്ട്. പലരും പല ജില്ലക്കാരാണ്. ഞാൻ പറഞ്ഞത് വയനാടുകാരാണെന്നാണ്. വയനാടുകാർ മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇങ്ങനെ ഒരു സന്നദ്ധ സേവനത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായും ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണേണ്ടി വരുന്നത്. അതിനെയൊക്കെ നേരിടുന്നത് എങ്ങനെയാണ്? ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളത് നേരിടാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോഡി ക്ലീൻ ചെയ്ത് ഇൻക്വസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള പോസ്റ്റ്മോർട്ടത്തിനടുത്ത ക്ലിയറൻസ് ചെയ്ത് കൊടുക്കുക ബോഡി എന്നുള്ളതാണ്. 3 ദിവസമായിട്ട് തന്നെ കൽപ്പറ്റ, ഞങ്ങളൊക്കെ ചുമട്ടുതൊഴിലാളികളാണ്. കൽപ്പറ്റയും അതിന് വയനാട് ജില്ലേൻ്റെ നാനാഭാഗത്തുള്ള ചുമട്ടുതൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകരൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മനസ്പ്രയാസം ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് സംഭവിക്കാനുള്ളത് അത് പ്രകൃതി അത് നമുക്ക് തന്നു. അത് വേണ്ട പോലെ ഉപയോഗിച്ച് ബന്ധപ്പെട്ട ആളുകൾക്ക് ബോഡിയെല്ലാം വൃത്തിയാക്കി കൊടുക്കുന്ന ജോലിയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യുമ്പോൾ ഒരു മാനസികാവസ്ഥ എന്താണ്? നമ്മൾ ഈ സംഭവം നടന്ന അന്ന് രാവിലെ ഇതിനകത്ത് കയറിയതാണ്. ഇതിന് കൂടുതൽ പരിചയമുള്ള ആളുകളൊന്നല്ല പലരും. പക്ഷേ ഞങ്ങളൊക്കെ മനസ്സ് സത്യത്തിൽ മരവിച്ചിരിക്കുകയാണ്. കാരണം ഒരു അത്രയും മാനസികമായ പ്രയാസമാണ്. ഇതൊരു വലിയ സേവനമായി ഇതിൻ്റെ വലിയ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്കൊരു പ്രയാസം ഒന്നും ഈ വിഷയത്തിലില്ല. സാധിക്കില്ലല്ലോ. നമുക്ക് നമ്മളൊരു മനക്കെട്ടി നമ്മളിത് ചെയ്യാൻ തയ്യാറായതാണ്. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ബോഡികളൊക്കെ വരുന്നത്. ബോഡി വരുന്നതൊക്കെ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അത് നമ്മളൊരു ധൈര്യം വെച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബോഡി ക്ലീൻ ആക്കിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് അവർക്ക് ഏൽപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്താ വെച്ചാൽ കുറേ പാർട്സ് ആയിട്ടും വരുന്നുണ്ട്, കുറേ പാർട്സ് അല്ലാണ്ടും വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടവും കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ കൂടപ്പറപ്പുകളാണ് ആ മണ്ണിലില്ലെന്നും ഇല്ലത്. എന്താ വെച്ചാൽ എല്ലാവരും കൂടപ്പറപ്പ്, നമ്മളെല്ലാം ഒറ്റ ഒരു രത്താണ് ഇല്ലത് ഇപ്പോഴും മണ്ണിലില്ലത്. ഇപ്പം തന്നെ അറിയാൻ നല്ല സ്മെല്ലാണ്. 4 ദിവസം കഴിഞ്ഞു, എന്നാലും ഒരു മടിയും കൂടാതെ ആ അപകടത്തിൽപ്പെട്ട് നമ്മുടെ സ്വന്തം സഹോദരന്മാരാണെന്നുള്ള ബോധത്തോടെ തന്നെയാണ് എല്ലാ ഡോട്ട് ബോഡിയും നമ്മൾ പെരുമാറുന്നത്. മുൻപരിചയം വല്ലതും ഉണ്ടോ ഇത് ചെയ്യുന്നത്? ചെറുതായിട്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ സിംഗിളായിട്ട് പിന്നെ പുഴയിൽ വീണതും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു 8 വർഷം മുമ്പ് ഒക്കെ ഇതിനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഇപ്പം ചെയ്യാൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ദുരന്തമാണ്. പിന്നെ ഒരു മനുഷ്യനല്ലേ സഹായിക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമുക്ക് ഒരു മനുഷ്യന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുക. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഏത് ദുരന്തം വന്നാലും അതുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇനി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സന്നദ്ധ സേവനത്തിന് സ്ത്രീകളുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കിപ്പം ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് ഷാജിമു.
അപ്പോൾ സമാനതകളില്ലാത്ത ഒരു സന്ദർഭമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഉറ്റവർ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ 10-13 പേര് നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ, അവരുടെ മുഖത്തു നിന്ന് ഒരു ചിരിയോ ഒരു ദയനീയമായിട്ടല്ല നമുക്ക് അവരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. പിന്നെ മാത്രമല്ല, ഇനി അവർക്ക് ബോഡി കിട്ടാതിരിക്കുക, കിട്ടിയാൽ തന്നെ മുഴുവനായിട്ടും ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗവും കിട്ടാതിരിക്കുക, കൈ വേറെ, കാല് വേറെ, തലയില്ലാത്ത ബോഡികൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നറിഞ്ഞ് അപ്പോൾ തന്നെ IRWൻ്റെ വളണ്ടിയേഴ്സ് ആ സ്ഥലത്തെത്തുകയും ഏകദേശം 1000-ലധികം വളണ്ടിയർമാർ, ട്രെയിൻഡ് ആയിട്ടുള്ള വളണ്ടിയർമാരുണ്ട്. അതിൻ്റെ വനിതാ വിങ്ങാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഈ ബോഡി, സ്ത്രീകളുടെ ബോഡി കൊണ്ടുവരുമ്പോൾ അതിനെ ക്ലീൻ ചെയ്യുക, അത് ഇൻക്വസ്റ്റ് നടത്താൻ വേണ്ടി ഇൻക്വസ്റ്റ് ടേബിളിലോട്ട് ചെല്ലുമ്പോൾ പോലീസുകാരെ സഹായിക്കുക, അളവെടുക്കാൻ സഹായിക്കുക, മോർച്ചറിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുക. അപ്പോൾ വനിതകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ മേഖലകളിലും അവർക്ക് സാധ്യമായ രീതിയിൽ, മനുഷ്യസാധ്യമായ എല്ലാ രീതിയിലും IRWൻ്റെ വനിതാ വിങ് വളരെ സജീവമായിട്ട് തന്നെ ഈ രംഗത്തുണ്ട്. സ്ത്രീകൾ പെട്ടെന്ന് മനസ്സലിഞ്ഞു പോകുന്നവരാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സുലഞ്ഞു പോകുന്നവരാണ് പെട്ടെന്ന് സ്ത്രീകൾ എന്ന് പറയും. പക്ഷേ ഇത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വളരെ ചങ്കുറപ്പോടെ നിൽക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അതിന് ഞങ്ങളെ പ്രാപ്തമാക്കിയ ഞങ്ങളുടെ ടീമാണ്. ഈ IRW ടീം എന്ന് പറയണ അത് ഞങ്ങൾക്ക് തരുന്ന ട്രെയിനിങ് ആണ്. പിന്നെ നമ്മുടെ മനസ്സിലുള്ള ധൈര്യമാണ്. കാരണം നമ്മൾ അന്തം വിട്ട് നിൽക്കേണ്ട ഒരു സമയമല്ലല്ലോ ഇത്, നമ്മൾ കഴിയുന്നത്ര പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. തീർച്ചയായിട്ടും. കാരണം ഇത് പിന്നെ മനുഷ്യരെ കൊണ്ട് ചെയ്യേണ്ട സംഗതികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ ആ സമയത്തെ, ആ സന്ദർഭത്തെ അതിജീവിക്കുക എന്നുള്ളത് പിന്നെ നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ അതിനൊരു മെൻ്റലി ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും മെൻ്റലി ഫിസിക്കലി നമുക്കിതിന് ട്രെയിനിങ് ഉണ്ട്. നമുക്ക് ആ ഒരു മെൻ്റൽ പിന്നെ ഹെൽത്ത് ആ ഒരു പവർ ഉള്ളത് കൊണ്ടാണ് മെൻ്റൽ സപ്പോർട്ട് തരുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും എങ്ങനെയൊക്കെ വേണം എന്നുള്ള സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. കുഞ്ഞുമക്കളുടെയൊക്കെ ശരീരം വരുമ്പോൾ ഒക്കെ അങ്ങനെ ഒരു മനസ്സെന്നാലും നമ്മൾ ആ വിഷമമാണ്, എന്നാലും നമ്മൾ ആ കരുത്ത് ആർജിച്ചുകൊണ്ട് തന്നെ അത് നമ്മൾ ഇങ്ങനെ തരണം ചെയ്യുകയാണ് അത് ചെയ്യുന്നത്. അതുപോലെ ഞങ്ങൾ 250 പേരുണ്ട് ഐഡിയൽ റിലീഫിൻ്റെ ഞങ്ങൾ പ്രവർത്തകർ. ഞങ്ങളിവിടെ മാത്രമല്ല, കഴിഞ്ഞ കോട്ടയം ജില്ലയിലെ കുട്ടിക്കലും കവളപ്പാറയിലെ ദുരന്തമുണ്ട് 20 ദിവസത്തോളം ഞങ്ങളെല്ലാവരും അവിടെ പണിയെടുത്തവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ റെസ്ക്യൂ ടീം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഇതിനകത്ത് പതറിപ്പോയാൽ ഒന്നും ചെയ്യാനൊക്കെ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ മനക്കരത്തോടു കൂടിയാണ് എല്ലാ ബോഡികളും കണ്ടെടുക്കുന്നത്. പിന്നെ ഇത്തരം ഒരു ദുരന്തത്തിൽ എല്ലാ മനുഷ്യരോടുകൂടും ചേർന്ന് നിന്നുകൊണ്ട് അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതിനകത്ത് സഹകരിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. ചില കുട്ടികളുടെ ബോഡികളൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. എങ്കിൽ പോലും ഞങ്ങളത് കരുത്തോടു കൂടി എടുത്ത് അവരുടെ ബന്ധുക്കളെ ഏൽപ്പിക്കുക എന്നതാണ്. ദുരന്ത മേഖലയിൽ എങ്ങനെയാണ് മനുഷ്യനോട് കണ്ണി ചേരുന്നത് എന്ന് നമുക്ക് ഇവരുടെ വാക്കുകളിൽ നിന്ന്, ഇവരുടെ പ്രവൃത്തിയിൽ നിന്ന് വ്യക്തമാവുകയാണ്.